സർ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആദ്യത്തെ 2.5 വർഷം മന്ത്രിയായിരുന്നു അഹമ്മദ് തേവർകോവിൽ. കോഴിക്കോട് നിന്ന് വിജയിച്ചു വന്നാണ്. ഈ അഹമ്മദ് തേവർകോവിലിനെ കുറിച്ച് ഇപ്പോൾ പുതിയൊരു ആരോപണം വരുന്നു. അദ്ദേഹം PFIയുടെ ഏജന്റാണെന്ന്. ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയല്ലേ? ഒരു കേരളത്തിലെ മന്ത്രി PFIയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത്. പോപ്പുലർ ഫ്രണ്ട്. അതെ. അപ്പോൾ അങ്ങനെ അതിനെ സംബന്ധിച്ച്, കാരണം സാമ്പത്തിക ഇടപാടുകൾ അഹമ്മദ് തേവർകോവിലിൻ്റെ അത് സംബന്ധിച്ച് EDയുടെ അന്വേഷണം വേണം എന്ന് പറഞ്ഞ് EDയെ സമീപിച്ചിട്ടുണ്ട് ഒരാൾ. അത് ഷമീർ പയ്യങ്ങാടി. ഷമീർ പയ്യങ്ങാടി ഈ INL നേതാവ് ആണല്ലോ തേവർകോവിൽ. INLന്റെ തന്നെ, അതായത് യൂത്ത് വിങ്, നാഷണൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് ആയിരുന്ന ഷമീർ പയ്യങ്ങാടിയാണ് EDയെ സമീപിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്വന്തം ക്യാമ്പിലുള്ള കൂടെ കിടന്നവർക്കല്ലേ രാപ്പനിയറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ അത് സംബന്ധിച്ച് ആ പരാതിയിൽ EDക്ക് കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഷമീർ പയ്യങ്ങാടി പറഞ്ഞിട്ടുമുണ്ട്. ഈ അഹമ്മദ് തേവർകോവിൽ കോഴിക്കോട് സൗത്തിൽ നിന്നുള്ള MLA ആണ് തേവർകോവിൽ. അപ്പോൾ ഈ നിരോധിത സംഘടനകളുമായി ഉള്ള സാമ്പത്തിക ബന്ധം അതാണ് ആ പരാതിയിൽ ആരോപിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം BJP ഈ അഹമ്മദ് തേവർകോവിലിൻ്റെ ഓഫീസിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് മാർച്ച് നടത്തിയിരുന്നു. ഈ ED അന്വേഷണം വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച് തന്നെ BJP മാർച്ചും നടത്തിയിരുന്നു. അപ്പോൾ ആ മാർച്ചിൽ VK സജീവൻ, BJPയുടെ സ്റ്റേറ്റ് സെൽ കോർഡിനേറ്റർ, കുറച്ച് കാര്യങ്ങൾ ആ മാർച്ചിൽ ഈ സജീവൻ പറഞ്ഞിരുന്നു. പിണറായിയാണ് തേവർകോവിലിനെ സംരക്ഷിക്കുന്നത്. ഈ MLA ഈ PFIയുടെ സ്ലീപ്പർ സെൽ ആണ് എന്നും സജീവൻ ആരോപിച്ചു. PFIയുടെ സ്ലീപ്പർ സെൽ. PFI നിരോധിത സംഘടനയാണ്. നിരോധിത സംഘടനകൾക്കും അല്ലാത്ത ഭീകര സംഘടനകൾക്കും സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാവും പല സ്ഥലത്തും. അത്തരമൊരു സ്ലീപ്പർ സെൽ ആണ് എന്ന് പറഞ്ഞാൽ ചാരൻ അല്ലേ PFIയുടെ എന്ന് സജീവൻ ആ മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയും ചെയ്തു. ഈ SDPIയുടെ ഏജന്റ് ആയിരുന്നു എപ്പോഴും, മധ്യസ്ഥനും. അതായത് SDPIക്ക് CPMമായിട്ടും ഒക്കെ രാഷ്ട്രീയ കക്ഷികളും ഒക്കെ ആയിട്ട് ഈ സന്ധി സംഭാഷണങ്ങൾ, ഒത്തുതീർപ്പ് ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് തേവർകോവിലാണ് എന്നും ആരോപിച്ചു. നവകേരള യാത്ര നടന്നിരുന്നല്ലോ നേരത്തെ പിണറായി വിജയന്റെ. അതിൽ തന്നെ തേവർകോവിലിനെതിരെ ധാരാളം പരാതികൾ പിണറായി വിജയന്റെ മുമ്പിൽ എത്തിയിരുന്നു എന്നും ആരോപണം ഉണ്ട്. K സുരേന്ദ്രൻ, BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് തന്നെ, റീഹാബ് ഇന്ത്യ ഫൗണ്ടേഷനുമായി, NGO ആണ്, അത് PFIയുടെ ധർമ്മസ്ഥാപനം, ചാരിറ്റി ഓർഗനൈസേഷനാണ് റീഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ NGO. ഈ റീഹാബ് ഇന്ത്യ ഫൗണ്ടേഷനുമായി തേവർകോവിലിന് അഗാധ ബന്ധമാണുള്ളതെന്ന് K സുരേന്ദ്രനും ആരോപിച്ചിട്ടുണ്ട്. അപ്പോൾ 2008 മാർച്ച് 17 നിലവിൽ വന്നതാണ് റീഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ. റീഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? PFIക്ക് ഫണ്ടിങ്, ഭീകര സംഘടനയ്ക്ക് ആളുകൾക്ക് ഫണ്ട് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും, അവരും പിടിയിലാവും. പക്ഷെ അവരൊരു NGO സ്ഥാപിച്ചു കഴിഞ്ഞാൽ NGOയ്ക്ക് ഫണ്ട് കൊടുക്കാൻ ഗൾഫിൽ നിന്നുമൊക്കെ റീഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ. അപ്പോൾ അങ്ങനത്തെ ഒരു NGO ആണ് റീഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ എന്ന് സുരേന്ദ്രനും ആരോപിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങൾ ദത്തെടുക്കല്, നോർത്ത് ഈസ്റ്റില് അസം, മേഘാലയ തുടങ്ങിയ സ്ഥലങ്ങളിലുമൊക്കെ ഈ ഗ്രാമങ്ങൾ ദത്തെടുക്കല്, അസം, ബീഹാർ, ബംഗാൾ 3 സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായിട്ടും. അസം, ബീഹാർ, ബംഗാൾ എന്ന് പറഞ്ഞാൽ ഈ BJP ശക്തിപ്പെടുന്നു തോന്നുന്ന സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഈ ഫൈറ്റ് നടത്തുന്നത്. റീഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ വീടുണ്ടാക്കാനൊക്കെ സഹായം കൊടുക്കും, ആരോഗ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്തൊക്കെ സഹായമൊക്കെ കൊടുക്കും. മതം മാറ്റം ലക്ഷ്യമാക്കിയിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഇവർക്ക് എഡ്യൂക്കേഷൻ ഓൺ വീൽസ് എന്ന് പറഞ്ഞൊരു പദ്ധതി തന്നെ ഉണ്ട് ഈ സഹായം കൊടുക്കാനായിട്ട്. അപ്പോൾ PFIയുടെ സ്ഥാപക ചെയർമാൻ ഈ അബൂബക്കർ തന്നെയാണ് റീഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ്റെയും ചെയർമാൻ. സംശയമില്ലല്ലോ, രണ്ടും ഒന്നാണ് എന്നുള്ളത് തന്നെ. അപ്പോൾ
PFIക്ക് ഫണ്ട് റീഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ വഴി വരുന്നു. 2022 സെപ്റ്റംബറിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം PFIയെ 5 വർഷത്തേക്ക് നിരോധിച്ചു. 2027 വരെ അത് നിലനിൽക്കും. റീഹാബ് ഇന്ത്യ ഫൗണ്ടേഷനെ നിരോധിച്ചു. അതിന്റെ കൂട്ടത്തിൽ PFIയുടെ ധർമ്മസംഘടനയാണ് എന്നുള്ളത് കൊണ്ട് ED ഇതിന്റെ സ്വത്തുക്കൾ രണ്ടിന്റെയും മരവിപ്പിക്കുകയും ചെയ്തു. 58 കോടി രൂപയുടെ ബാങ്ക് അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇതുമൊക്കെയായിട്ടുള്ള ബന്ധം ദേവർകോവിൽ നിഷേധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും സ്ലീപ്പർ സെൽ തുടങ്ങിയ ആരോപണങ്ങളൊക്കെ നിഷേധിച്ചിട്ടുണ്ട്. പക്ഷെ ED ഇനി അന്വേഷിക്കണമല്ലോ. അന്വേഷണ പരിധിയിൽ ദേവർകോവിൽ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണണം. അപ്പോ AK യൂസഫ് എന്ന് പറഞ്ഞ ഒരാള് വടകര മട്ടുങ്ങൽ സ്വദേശിയാണ്. അയാളും ദേവർകോവിലിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. AK യൂസഫിന്റെ പരാതി എന്താന്ന് വെച്ചാൽ 50 ലക്ഷം രൂപ ദേവർകോവിൽ പറ്റിച്ച് പിടുങ്ങി എന്നാണ് യൂസഫിന്റെ ദേവർകോവിലിനെതിരായ ആരോപണം. റെയിൽവേക്ക് ചരക്ക്, ദേവർകോവിലിന് ബിസിനസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ റെയിൽവേക്ക് ചരക്ക് കൊടുക്കുന്ന ഒരു കമ്പനിയിൽ പാർട്ട്ണറാക്കാം എന്ന് പറഞ്ഞാണ് 50 ലക്ഷം രൂപ വാങ്ങിയത്. റെയിൽവേക്ക് ചരക്ക് കൊടുക്കുന്ന കമ്പനി 50 ലക്ഷം രൂപ ഇടുക, നിങ്ങളിതിൽ പങ്കാളിയാകുന്നുണ്ട്, 50 ലക്ഷം മേടിച്ചു. അപ്പോൾ ഇത് കിട്ടാതെ വന്നപ്പോൾ, അങ്ങനെ കമ്പനിയിൽ പാർട്ട്ണറൊന്നും ആക്കിയില്ല. അപ്പോൾ കിട്ടാതെ വന്നപ്പോൾ അതിൻ്റെ പലിശയൊക്കെ സഹിതം 63 ലക്ഷം രൂപ യൂസഫ് ചോദിച്ചു. കൊടുത്തില്ല. 50 ലക്ഷം വാങ്ങിച്ചതും കൊടുത്തില്ല, മറ്റേതും കൊടുത്തില്ല. അപ്പോൾ 2019 കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ 3 പേർക്ക് ആ കേസ് കോടതി കൊടുത്തു യൂസഫ്. അപ്പോൾ കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി 3 പേർക്ക് അതിൽ തടവ് ശിക്ഷ വിധിച്ചു. ദേവർകോവിലിന് തടവ് ശിക്ഷ വിധിച്ചു അതില്. അപ്പോൾ 2 വർഷത്തേക്കാണ് തടവ് വിധിച്ചത്. അപ്പീല് പോയി ദേവർകോവില്. അപ്പോൾ അപ്പീലില് ജയിലിൽ പോകണ്ട, തടവ് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി. പക്ഷെ 63 ലക്ഷം രൂപ യൂസഫിന് കൊടുക്കണം ദേവർകോവില് എന്ന് വിധിച്ചു. അപ്പോൾ യൂസഫ് പിന്നീട് പിണറായി വിജയനെ പോയി കണ്ടു. അത് നവകേരള മാർച്ചിന്റെ സമയത്ത്, അതാണ് നവകേരള മാർച്ചിന്റെ സമയത്തും ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സംഭവം റൂറൽ SPക്ക് അന്വേഷിക്കാനായിട്ട് വിട്ടു കോഴിക്കോട്. അപ്പോൾ ദേവർകോവില് എടുത്ത നിലപാട് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പൈസ കൊടുക്കേണ്ടതില്ല, കാരണം ഞാൻ ആ കമ്പനിയുടെ ഡയറക്ടർ മാത്രമായിരുന്നു, എനിക്ക് അതിൻ്റെ അകത്ത് ഉത്തരവാദിത്വം ഒന്നുമില്ല എന്നുള്ള നിലപാടെടുത്തു. അപ്പോൾ ഇപ്പോൾ ഈ INLന്റെ യുവജന വിഭാഗത്തിന്റെ പ്രസിഡന്റ് ഷമീർ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. അതിൽ പറയുന്നത് ദേവർകോവിലെ അയാളുടെ 2.5 കൊല്ലത്തെ മന്ത്രിസ്ഥാനം ഈ പരിപാടികൾക്കൊക്കെ കൂടി ഉപയോഗിച്ചിരുന്നു എന്നാണ്. 2.5 വർഷത്തെ മന്ത്രിസ്ഥാനം. ഈ സമദ് മാസ്റ്റർ എന്ന് പറഞ്ഞൊരാളുടെ കയ്യിൽ നിന്ന് ദേവർകോവിൽ 40 ലക്ഷം രൂപ പിടുങ്ങി എന്നൊരു ആരോപണമുണ്ട്. സമദ് മാസ്റ്റർ ഉന്നയിച്ചിട്ടുണ്ട്. അത് PSCയിൽ ഒരു ജോലി ഒരാൾക്ക് വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞാണ് 40 ലക്ഷം രൂപ വാങ്ങിവെച്ചത്. സമദ് മാസ്റ്ററും INL ഉണ്ടായിരുന്ന ആളാണ്. ഈ 40 ലക്ഷം കേസിൽ സമദ് മാസ്റ്റർ INL നിന്ന് രാജിവെക്കുകയും ചെയ്തു. രാജിവെച്ചു. ചുരുക്കം പറഞ്ഞാൽ ഈ PFIയുമായിട്ട് നല്ല ബന്ധം ഈ അഹമ്മദ് ദേവർകോവിൽ എന്ന് പറയുന്ന മന്ത്രിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. ആ പാർട്ടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും സ്വാഭാവികമായിട്ട് ഇവരുടെ നിന്നുള്ള ഫണ്ട് സ്വീകരിക്കുകയോ ഇവരുമായിട്ടുള്ളൊരു ബന്ധം വെച്ചിട്ട് വോട്ട് സമാഹരിക്കുകയോ അങ്ങനെയുള്ളൊരു നീക്കുപോക്കൊക്കെ ഉണ്ടായിക്കൂടെ? അല്ല, അതൊക്കെ ഉണ്ടാവും. ഈ ദേവർകോവില് ചിലപ്പോ CPM പിന്തുണയോടുകൂടി ഇനിയും മത്സരിക്കാനും സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. ആ മത്സരിക്കുമ്പോൾ പ്രചാരണത്തിൽ ഇത് സജീവമായിട്ട് ഉയർന്നു വരും. കാരണം ഒരാൾക്കെതിരായ ക്രൈം മുഴുവൻ എവിടെയാണ് നമ്മൾ കൂടുതൽ കേൾക്കുന്നത്? അയാൾ തെരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോഴല്ലേ ഈ മൊത്തം അറിയാത്ത കാര്യങ്ങൾ മുഴുവൻ പൊന്തി വരുന്നത്. അപ്പൊ ആ സാഹചര്യം കൂടി ഉണ്ടാവും ഈ ആരോപണങ്ങൾ വരുമ്പോൾ. പക്ഷെ ദേവർകോവിലിന് പല കാര്യങ്ങളിലും ഉത്തരം പറയാനുണ്ട്. 50 ലക്ഷം വെട്ടിച്ച കേസും 40 ലക്ഷം വെട്ടിച്ച കേസും ഒക്കെ ഉണ്ട്. ഇത് ഇയാൾ മന്ത്രിയാണ് എന്ന് പറഞ്ഞല്ലേ ആളുകൾ കൊണ്ടുപോയി പൈസ കൊടുക്കുന്നത്, അല്ലേ? അപ്പൊ ഇത് ഒരു
ചെറുതല്ലാത്ത വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. അപ്പൊ ED ഏതായാലും അതിന്റെ ഗൗരവം കണ്ട് അന്വേഷിക്കുമെന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.